ഡിവൈഎഫ്ഐയിലെ ഒരു ആത്മാഭിമാനമുള്ള സഖാവിന്റെ വാക്കുകളിലേക്ക് പോകാം. ഡിവൈഎഫ്ഐയിലും ഒട്ടേറെ ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനും ഒരു മയക്കുമരുന്ന് വ്യാപാരിയും ഒരു മയക്കുമരുന്നിന്റെ കണ്ണിയും ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ആത്മാഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇനി ആത്മാഭിമാനമുള്ള സഖാവിനുള്ള ഉത്തരം. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ആലപ്പുഴ വള്ളിക്കുന്നത്ത് വീട്ടമ്മയെ ബലാത്സംഗം ചെയ്യുകയും നഗ്നചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അറസ്റ്റിൽ. പോക്സോ കേസിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായിരിക്കുന്നു. ഇടുക്കി നരിയമ്പാറയിൽ 16-കാരിയെ പീഡിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ കായംകുളം മുൻ ഏരിയ സെക്രട്ടറിയും സിപിഎം പത്തിയൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായ പ്രേംജിത്തിനെതിരെ ഇടുക്കിയിലെ 16 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുഞ്ഞിനെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചതാണോ നിന്റെ ആത്മാഭിമാനം? ശ്രീകൃഷ്ണപുരത്ത് ഒരു പെൺകുട്ടിക്ക് ജോലി വാഗ്ദാനം നൽകി അവളെ പീഡിപ്പിച്ചതാണോ നിന്റെ ആത്മാഭിമാനം? ഒരു വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം ആ പാവപ്പെട്ട സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചതാണോ നിന്റെ ആത്മാഭിമാനം? പിന്നെ ഒരു സഖാവുണ്ടല്ലോ, 10 വർഷക്കാലത്തോളം കേരള പോലീസിന്റെ തോളിൽ കയറ്റി നടന്നതിന് ശേഷം ഇപ്പോൾ പ്രതിപക്ഷമായപ്പോൾ കേരള പോലീസിന്റെ ലാത്തിയിൽ ആലപ്പുഴയിലെ മീൻ്റെ മണമാണെന്ന് പറഞ്ഞ ഒരു സഖാവില്ലേ, അവൻ എന്ത് ഷോയാണ് കാണിക്കുന്നത്? ഒരു ഗേറ്റ് അവൻ കാലുകൊണ്ട് ഇടിച്ചു തകർക്കുകയാണ്. അതുപോലെ കുറച്ച് സഖാക്കൾ ഒരു വലിയ കല്ലെടുത്ത് തറയിലിട്ട് പൊട്ടിച്ചതിന് ശേഷം പോലീസിനെ ആക്രമിക്കാൻ വേണ്ടി അവർ മുതിരുകയാണ്. എന്തൊക്കെയാണ് കാണിക്കുന്നത്? പിന്നെ ഒരു പെൺകുട്ടിയോട് വനിതാ പോലീസ് പറയുകയാണ്, മകളെ നീ പഠിക്കേണ്ട സമയമാണ്, പഠിക്കണം. അപ്പോൾ അതിനെതിരെ അവൾ പ്രതിഷേധവുമായി വന്നിട്ട് പറയുകയാണ്, ഞാൻ പഠിക്കണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. പിന്നെ പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയല്ലേ വേണ്ടത്. ഇതുപോലെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷമായപ്പോൾ കുറെ സഖാക്കൾ നിസ്സാര കാര്യം മതി പ്രതിഷേധവും ഗുണ്ടായുസവുമായി നടക്കുന്ന കുറെ സഖാക്കൾ. ഇവരെയൊക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യുക തന്നെ വേണം. ഇവർക്കിപ്പോൾ ലഹരി കിട്ടുന്നില്ല, പഴയതുപോലെ ലഹരികൾ കിട്ടുന്നില്ല. അതുകൊണ്ടുള്ള അക്രമശക്തരാണ് ഇപ്പോൾ ഇവർ. ദാനം ബെമ്പം നരസിംഹം സർമോസമേഹം നരസിംഹം ദാനം ബെമ്പം നരസിംഹം ആനാദാന